നമസ്കാരം. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ, ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, MLA-മാർ എന്നിവരുടെ സംയുക്ത യോഗമാണ് ചേർന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി യോഗം ചേർന്നിരുന്നു. എന്നാൽ റിസൾട്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ ഈ സമയം ഉപയോഗപ്പെടുത്തി. അതിനുശേഷം പാർട്ടിയുടെ മന്ത്രിമാരെ നിശ്ചയിക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ പാർട്ടി ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അവരെ പ്രഖ്യാപിച്ചു, മന്ത്രിമാരായി. ഏതാണ്ട് 2 മാസമായി മന്ത്രിസഭ പ്രവർത്തിക്കുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഭരണകക്ഷികൾ അവരുടെ പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ വിവിധ ജില്ലാ കമ്മിറ്റികളും പോഷക സംഘടനാ പ്രതിനിധികളും KMCCയുടെ പ്രതിനിധികളും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ചർച്ചയിൽ പങ്കെടുത്തു. നിങ്ങൾ കണ്ടതുപോലെ 3 മണിക്ക് ആരംഭിച്ച യോഗം 3.5 മണിക്കൂർ നീണ്ടു നിന്നു. ഇപ്പോഴാണ് കഴിഞ്ഞത്. ഒരു ആരോഗ്യകരമായ വിശകലനമാണ് നടന്നത്. എല്ലാ വശങ്ങളും പരിശോധിച്ചു. മൊത്തത്തിലുള്ള വിലയിരുത്തൽ 2 മാസം കൊണ്ട് ഈ ഗവൺമെൻറ്റും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാൻ സാധിച്ചു. മറ്റു പല കാര്യങ്ങൾക്കും തുടക്കമിടാൻ കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലാത്ത 4 മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. എന്നാൽ പോലും ഒരു പുതുമുഖത്തിൻ്റെ വിഭ്രാന്തിയോ ഭയമോ ഒന്നും ഇല്ലാതെ നല്ല ആക്റ്റീവായി ജനഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ എന്ന് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ അവർ ആരാഞ്ഞു. പാർട്ടി ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും UDF-ൽ ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം. ഈ മാതൃക തുടരണം എന്നാണ് തീരുമാനം. എല്ലാവരും MLA-മാരുടെ പ്രവർത്തനം എല്ലാവരും ശ്ലാഘിക്കപ്പെടുന്ന രീതിയിലാണ്. പുതുമുഖങ്ങളായ MLA-മാർ പോലും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അസംബ്ലിക്ക് അകത്തും പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരവരുടെ മണ്ഡലങ്ങളിലെ വികസന കാര്യത്തിലും ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നല്ല പരിചയസമ്പന്നരെ പോലെ തന്നെയാണ് പുതിയ MLA-മാരും ചെറുപ്പക്കാരായ MLA-മാരും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുവെ ആത്മവിശ്വാസവും സംതൃപ്തിയുമാണ് ഇന്നത്തെ യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ താഴെത്തട്ടിലുള്ള പ്രതിനിധികളടക്കമുള്ളവർ പ്രകടിപ്പിച്ചത്. ഇന്നത്തെ യോഗമായിരുന്നു ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ കമ്മിറ്റി. അപ്പോൾ ഈ ഇലക്ഷനിലുണ്ടായ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിനെ ഘട്ടത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പാർട്ടി വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിച്ചതും അതുപോലെ തന്നെ ഇലക്ഷനിൽ വലിയ നേട്ടം, അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് നേട്ടം, സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായതും ഒക്കെ കമ്മിറ്റി ഇന്ന് വിലയിരുത്തി. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടം അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഒന്നിനൊന്ന് മെച്ചമായി പാർട്ടി വളരെയധികം വളർന്നു. വൈദ്യമില്ലത്ത് സൗദം, അതുപോലെ തന്നെ പാർട്ടി ഏറ്റെടുത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വയനാട് പ്രോജക്റ്റൊക്കെ ഉൾപ്പെടെ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി വന്നു. ഇലക്ഷനിൽ നല്ല പെർഫോമൻസും ഉണ്ടായി. അതൊക്കെ ആണ് ഇന്ന് ദീർഘമായ യോഗ സമയത്ത് വിലയിരുത്തിയത്. ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള 2 മാസത്തെ കാര്യങ്ങളും വിലയിരുത്തി. സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ആഹ്ലാദ തിമിർപ്പിലുള്ള ഒഴുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ
ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിക്കൊക്കെ ഇടയിൽ നിന്നിട്ടുള്ള മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഞാനത് ആവർത്തിക്കുന്നില്ല. പൊതുവെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ പാർട്ടിക്ക് ഉണ്ടായ ഈ നല്ല കാലഘട്ടത്തെ എത്ര നേട്ടം അതിൽ വലിയ അഭിമാനത്തോടു കൂടിയാണ് കമ്മിറ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് അത് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമൂഹത്തിൻ്റെ പൊതുവിലുള്ള നന്മക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള പല നിർദ്ദേശങ്ങളും കമ്മിറ്റിയിൽ ഉയർന്നു വരികയുണ്ടായി. അത് ചർച്ചയിൽ വളരെ വിശദമായി തന്നെ പല മെമ്പർമാരും പറഞ്ഞു, നിർദ്ദേശങ്ങൾ വെച്ചു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിലയിരുത്തി പിരിഞ്ഞ കമ്മിറ്റിയാണ് ഇന്നുണ്ടായത്. UDFന്റെ ഗവൺമെന്റിന്റെ നല്ല പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അതാണ് പറയാനുള്ളത്.